ഒരു കല്യാണ പരിപാടിക്കൊക്കെ പോകുമ്പോൾ മിക്ക ആൾക്കാർ ശ്രദ്ധിക്കാൻ പോകുന്നത് ചെക്കനെയും പെണ്ണിനെയും ആയിരിക്കില്ല. അവരുടെ കണ്ണുകൾ ഏറ്റവും കൂടുതൽ പോകാൻ പോകുന്നത് ഭക്ഷണത്തിലേക്കായിരിക്കും. ഈ ഒരു ചെറിയ കാര്യം ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ മറ്റുള്ളവർക്ക് നിങ്ങളോട് പെട്ടെന്ന് ഇഷ്ടവും ഒരു കണക്ഷനും വരുമെന്ന് നിങ്ങൾക്കറിയോ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് 5 പവർഫുൾ സൈക്കോളജി ട്രിക്സ് ആണ് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. എങ്ങനെ ആൾക്കാരായിട്ട് പെട്ടെന്ന് കണക്ട് ആകാം, അവർക്ക് നിങ്ങളോട് ഫസ്റ്റ് ടോക്കിൽ തന്നെ എങ്ങനെ ഇഷ്ടം വരുത്താമെന്നാണ്. ഒരു ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ എന്ത് സംസാരിക്കണം, എങ്ങനെ ഇംപ്രസ് ചെയ്യണം എന്ന് അറിയില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഫാബിൻ സ്റ്റാൻലി. കഴിഞ്ഞൊരു വീഡിയോയിൽ മറ്റുള്ളവർക്ക് നിങ്ങളോട് പെട്ടെന്ന് തന്നെ ഇഷ്ടം വരാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് മിററിംഗ് എന്ന് ഞാൻ പറഞ്ഞു. അതായത് അവർ ചെയ്യുന്ന അതേ രീതി തന്നെ കോപ്പി ചെയ്യുക എന്നുള്ളത്. ഇവിടെ അതല്ല ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇമോഷണൽ മിററിംഗ്. അതായത് അവർക്ക് ഫീൽ ചെയ്യുന്നത് തന്നെയാണ് നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നതെന്ന് അവർക്ക് തോന്നണം. അങ്ങനെ തോന്നിയാൽ അവരും നിങ്ങളും തമ്മിൽ പെട്ടെന്ന് കണക്ട് ആവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു വലിയ ഫംഗ്ഷൻ ഇടയിൽ നിൽക്കുമ്പോൾ ഒരാൾ നിങ്ങളോട് പറയാണ് ഐ ഹേറ്റ് ലാർജ് ക്രൗഡ്സ്. എനിക്കിങ്ങനെ കുറെ ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചെറുതായിട്ടടക്കം പേടിയൊക്കെ വരും. ഇങ്ങനെ ഒരാൾ നിങ്ങളോട് പറഞ്ഞാല് അപ്പൊ തന്നെ അതേ ഫീലിംഗ് നിങ്ങൾക്കുണ്ട് എന്നും അവർക്ക് തോന്നണം. അപ്പോ അവർക്ക് നിങ്ങളായിട്ട് കണക്ട് ആവാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, സെയിം ഹിയർ, എനിക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് 2 പേരിൽ കൂടുതൽ ആരെങ്കിലും വന്ന് മുമ്പിൽ ഇരുന്നാൽ തന്നെ എനിക്ക് പിന്നെ ചുറ്റും പറയണമെന്ന് കേൾക്കാൻ പോലും പറ്റില്ല. ഇത്രയും പറഞ്ഞാൽ മതി. വേണമെങ്കിൽ ഒന്നുകൂടി കൂട്ടാൻ നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം, കഴിഞ്ഞ തവണ കുറെ പേരെന്റെ ചുറ്റും നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ പേര് പോലും മറന്നുപോയി. ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ, ഇങ്ങനെ നിങ്ങളുടെ വൾണറബിലിറ്റി കാണിക്കുമ്പോൾ അവർ പെട്ടെന്ന് നിങ്ങളായിട്ട് കണക്ട് ആവും. കാരണം അവരുടെ അതേ വൈബ് തന്നെയാണ് നിങ്ങളും എന്ന് അവർക്ക് മനസ്സിലാകും. ഹ്യൂമൻ കണക്ഷൻ എപ്പോഴും സംഭവിക്കുന്നത് ഒരാളെ നമ്മൾ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടല്ല, നേരെ മറിച്ച് അവരുടെ അതേ വൈബാണെന്ന് അവർക്ക് ഫീൽ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ വൾണറബിലിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുറവുകൾ കൂടുതൽ ഓണസ്റ്റ് ആയിട്ട് പറയുമ്പോഴാണ് ആൾക്കാർ പെട്ടെന്ന് നമ്മളായിട്ട് കണക്ട് ആവുന്നത്. ഇൻട്രൊഡക്ഷനിൽ ഞാനൊരു കല്യാണ ഫുഡിനെ പറ്റി പറഞ്ഞില്ലേ, അതിനെപ്പറ്റി പറയാം. അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് വേറെ ഒരു പവർഫുൾ ആയിട്ടുള്ള ട്രിക്കിനെ പറ്റി പറയാം. സോ ട്രിക്ക് നമ്പർ 2, ആൾക്കാർ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു കണക്ഷനും സംഭവിക്കില്ല. അവർ പറയുന്നത് നിങ്ങൾ ജസ്റ്റ് കേൾക്കുന്നു, എന്നിട്ട് അതിന് ജസ്റ്റ് മറുപടി കൊടുക്കുകയാണെങ്കിൽ അത് സംസാരിച്ചു കഴിയുമ്പോൾ തന്നെ ആ കോൺവെർസേഷൻ അവിടെ എൻഡ് ആയി. പക്ഷേ ഇഫ് യു ക്യാൻ സീ ഡീപ് ഇൻസൈഡ്, then things will change. അതായത് ഒരാൾ ഒരു പ്രശ്നം പറയുന്ന സമയത്ത് അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഇമോഷൻ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അത് എടുത്തുകൊണ്ടൊന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ആൾക്കാരായിട്ട് കണക്ട് ആവും. അവർക്ക് നിങ്ങളോട് ഇഷ്ടവും വരും. ബിക്കോസ് നിങ്ങൾക്ക് അവരെ മനസ്സിലായെന്നുള്ള ഫീല് അവർക്ക് ഉണ്ടാവും. എങ്ങനെയാണെന്നറിയോ? ഒരാൾ നിങ്ങളോട് പറയാണ്, കുറച്ച് ദിവസമായിട്ട് എന്റെ ജോലി ഭയങ്കര പാടാണ്, എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല മര്യാദക്ക്, രാത്രി വരെ ഇരുന്ന് പണിയെടുക്കണം. ഇത് കേൾക്കുമ്പോ തന്നെ ജനറൽ ആയിട്ട് സാധാരണ ആൾക്കാർക്ക് വരുന്ന ഒരു ടെൻഡൻസി എന്താണെന്നറിയോ? ഓ, എന്റെ കാര്യം പിന്നെ പറയ വേണ്ട, ഇതിലും കഷ്ടമാണ്. അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും എനിക്കും അങ്ങനെ തന്നെയാണ്. ഇല്ലെങ്കിൽ ചില ആൾക്കാർ പറയും എന്റെ ഫ്രണ്ടിന്റെ വർക്കും ഇങ്ങനെ തന്നെയാണ്, ഒരുപാട് സ്ട്രെസ് ഉണ്ടെന്നൊക്കെ. നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? അവരായിട്ടുള്ള കണക്ഷൻ നിങ്ങൾ തന്നെ ബ്രേക്ക് ചെയ്യുവാണ്. ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അത് നിങ്ങൾ വളരെ ലഘൂകരിക്കുകയാണ്. നിങ്ങൾ പറയാണ് അവരുടെ ഇമോഷൻസോ അവരുടെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല എന്ന് പറയാണ്. അങ്ങനെ പറയുന്ന ആൾക്കാർ അംഗീകരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ആരോട് നിങ്ങൾ സംസാരിക്കുമ്പോഴും അവരൊരു ചെറിയ കാര്യം പറഞ്ഞാണെങ്കിൽ പോലും അപ്പൊ തന്നെ നിങ്ങളുടെ വിഷയമോ വേറെ ആൾക്കാരുടെ വിഷയമോ എടുത്തിടാതെ അവര് പറയുന്നതിനുള്ളിലുള്ള ഇമോഷൻ കണ്ടുപിടിച്ചിട്ട് അത് വലുതാക്കി തന്നെ പറയാം. ബിക്കോസ് അവർക്കത് വലുതാണ്. അപ്പൊ ഒരാൾ ജോലി ഭയങ്കര പാടാണ്, രാത്രി വരെ ഇരുന്ന് വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഇമോഷൻ എന്തായിരിക്കും? സ്ട്രെസ്. അല്ലെങ്കിൽ അവർ ഭയങ്കര എക്സോസ്റ്റഡ് ആയിരിക്കും. അപ്പൊ പറയാം, അയ്യോ അത് വല്ലാത്ത സ്ട്രെസ് ആയിരിക്കുമല്ലോ, ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നു? ഇങ്ങനെയാണ് നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ടത്. അതായത് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഇമോഷൻ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നും ചോദ്യം ചോദിക്കുക. ആ ഇമോഷൻ ആദ്യം എടുത്ത് പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കുക. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് അവരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് അവർക്ക് മനസ്സിലാകും നിങ്ങൾക്ക് അവരെ മനസ്സിലായെന്ന്, വേറെ ആൾക്കാരെക്കാൾ കൂടുതൽ നിങ്ങൾ അവരെ മനസ്സിലാക്കിയെന്ന്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ? ദേ ഫീൽ ഇമോഷണലി സേഫ് വിത്ത് യു. ഇമോഷണലി സേഫ് ആയിട്ടുള്ള ആൾക്കാരോട് കണക്ട് ആകാൻ നമുക്ക് എപ്പോഴും താല്പര്യം ഉണ്ടാവും. ആൻഡ് ദേ വിൽ ട്രസ്റ്റ് യു ടു. സോ ട്രൈ ഇറ്റ് ഔട്ട്. ആൻഡ് ഗൈസ്, അടുത്തതാണ് നമ്മുടെ കല്യാണ ഫുഡിന്റെ ട്രിക്ക്. അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, ഞാൻ ഓരോ ട്രിക്ക് പറയുമ്പോഴും 1-2 എക്സാമ്പിൾ മാത്രമേ പറയുള്ളൂ. ബിക്കോസ് വീഡിയോയുടെ ലെങ്ത് അല്ലെങ്കിൽ കൂടി പോകും. നിങ്ങളിൽ ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ എക്സാമ്പിൾസ് നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക. കാരണം ഈ വീഡിയോ കാണാൻ വരുന്ന ആൾക്കാർ കമന്റുകൾ വായിക്കുമ്പോൾ ആ കമന്റിൽ
ഇതിലൂടെ നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ട്രിക്ക് നമ്പർ 3. നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആണെന്ന് കാണിച്ചാൽ ആരും നിങ്ങളുടെ അടുത്ത് അടുക്കാൻ പോകുന്നില്ല. കാണുന്നവർ ഉറപ്പായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. ബിക്കോസ് ആൾക്കാർ വിചാരിക്കും നിങ്ങൾ എന്തോ വലിയ കൊമ്പത്തെ ആരോ ആണ് എന്ന്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ രീതിയിൽ സത്യസന്ധത കാണിക്കുക എന്നുള്ളതാണ്. അതായത് ചെറിയ ചെറിയ അമിളി, അബദ്ധം, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ. അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ കല്യാണ വീട്ടിലെ ഭക്ഷണം. അതായത് ഒരാൾ നിങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയാം, എല്ലാവരും പെണ്ണിനെയും ചെക്കനെയും നോക്കിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് വിശന്നിട്ട് സഹിക്കാൻ വയ്യ, എന്റെ കണ്ണ് മൊത്തം ഭക്ഷണത്തിലാണ്, ഒന്ന് വേഗം പരിപാടി കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയാൽ മതിയായിരുന്നു. നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ആക്ച്വലി അവരും ഏകദേശം അതൊക്കെ തന്നെ ആയിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അവരായിട്ട് കണക്ട് ആവാൻ പറ്റും. ആൻഡ് നിങ്ങൾ അങ്ങനെ തുറന്ന് പറയുന്ന സമയത്ത് യു ലുക്ക് മോർ അട്രാക്റ്റീവ്. നമ്മൾ ഒരുപാട് പെർഫെക്റ്റ് ആണെന്ന് കാണിക്കുമ്പോൾ ആൾക്കാർക്ക് നമ്മളോട് അടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിൽ സത്യസന്ധത കാണിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആൾക്കാർക്ക് കണക്ട് ആവാൻ പറ്റും. ബിക്കോസ് എല്ലാവരെ പോലെ നിങ്ങൾക്കും മനുഷ്യ സഹജമായ ഫീലിംഗ്സ് ഉണ്ടെന്ന് കൂടിയാണ് നിങ്ങളോട് കാണിക്കുന്നത്. പക്ഷെ ഒരു കാര്യം, ഈ പറയുന്ന കാര്യം കല്യാണ പെണ്ണിന്റെ അച്ഛനോടോ വീട്ടുകാരോടോ പറയരുത്. അടുത്തത് ട്രിക്ക് നമ്പർ 4. എല്ലാവരും ചിന്തിക്കുന്ന കാര്യം എന്നാൽ ആരും പറയാത്ത കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് നിങ്ങളോട് ഇഷ്ടവും വരും. നിങ്ങളെ അവര് വളരെ കോൺഫിഡന്റ് ആയിട്ട് കാണുകയും ചെയ്യും. എന്താണെന്നറിയൂ, ഒരു വലിയ ഗ്രൂപ്പായിട്ട് വരെ ഈസി ആയിട്ട് കണക്ട് ആവാൻ പറ്റിയ ഒരു ട്രിക്കാണിത്. സിറ്റുവേഷൻ നോക്കുക, നിങ്ങൾ എവിടെയാണെന്ന് നോക്കുക. ആ സാഹചര്യം അനുസരിച്ച് എല്ലാവരും ആ സാഹചര്യത്തെ പറ്റി എന്തായിരിക്കും ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഇത് വർക്ക് ആവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ എല്ലാവരും ഒരു സെമിനാറിന് പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിന് പോയെന്ന് വിചാരിക്കുക. ക്ലാസ് കഴിയുമ്പോൾ അടിപൊളി ഭക്ഷണം ഉണ്ടെന്ന് വിചാരിക്കുക. ഏറ്റവും കൂടുതൽ ആൾക്കാരും എന്തിലായിരിക്കും ഫോക്കസ്? ഭക്ഷണം വരുന്ന കാര്യത്തിലായിരിക്കും. ഈ ക്ലാസ് എന്താ കഴിയാത്ത, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ എന്നായിരിക്കും. സോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതൊരു തമാശ രീതിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അവരായിട്ട് കണക്ട് ആവും. മേ ബി യു ക്യാൻ സേ, എല്ലാവരുടെ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്, വിശന്നിട്ടും വയ്യ, ഇയാളെന്താ ക്ലാസ് നിർത്താതെ? അതായത് മറ്റുള്ളവർ പുറത്ത് പറയാതെ ഉള്ളിൽ ചിന്തിച്ച കാര്യം നിങ്ങളത് പുറത്ത് പറയുമ്പോൾ നിങ്ങളെ വളരെ അട്രാക്റ്റീവ് ആയിട്ടും കോൺഫിഡന്റ് ആയിട്ടും ആൾക്കാർക്ക് തോന്നും. ഈവൻ നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ക്യൂ നിൽക്കുവാണ്, ഒരുപാട് നേരമായിട്ട് നിങ്ങൾ ക്യൂ നിൽക്കുവാണ്, ഓട്ടോമാറ്റിക്കലി ആൾക്കാരുടെ മനസ്സിൽ എന്തായിരിക്കും? അവർ ഓൾറെഡി ഇറിറ്റേറ്റഡ് ആയിരിക്കും ഇത്രയും ക്യൂ നിൽക്കുന്നതിൽ. അപ്പോൾ ആ സാഹചര്യം മനസ്സിലാക്കി അതനുസരിച്ച് സംസാരിക്കാൻ പറ്റുമോ നോക്കുക. ഈ ക്യൂ നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നെങ്കിൽ ഒരു സിനിമ മൊത്തം കണ്ടു തീർക്കായിരുന്നു. ഇങ്ങനെ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ ഏകദേശം എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അവരുള്ളിൽ ചിന്തിക്കുന്ന കാര്യം പുറത്ത് പറയാൻ പറ്റുമോ നോക്കുക. നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ സോഷ്യലി അവെയർ ആണ്, നിങ്ങൾക്ക് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കോൺഫിഡന്റ് ആണെന്ന് ആൾക്കാർക്ക് തോന്നും. ആൻഡ് ദാറ്റ് മേക്സ് പീപ്പിൾ കം ടു യു അ ലോട്ട്. ട്രിക്ക് നമ്പർ 5. ആൾക്കാരായിട്ട് പെട്ടെന്ന് കണക്ട് ആവാൻ പറ്റുന്ന ഒരു വഴിയാണ് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റാന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നതിന് മുമ്പ് ആദ്യം ഒരു ഹുക്കിന്റെ ആവശ്യമുണ്ട്. അതായത് ഒരു ക്യൂരിയോസിറ്റിയുടെ ആവശ്യമുണ്ട്. ക്യൂരിയോസിറ്റി നമുക്ക് എങ്ങനെ കൊണ്ടുവരാം? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങുക, എന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാതെ പകുതി വെച്ച് നിർത്തുക, അല്ലെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റുക. പിന്നെ അവര് ചോദിക്കട്ടെ, അവര് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയാം. ബിക്കോസ് ആ സമയത്ത് അവരിൽ ക്യൂരിയോസിറ്റി വന്നിട്ടുണ്ടാവാം. എന്തെങ്കിലും മനസ്സിലായോ? പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ. ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഒന്നുകൂടി ഞാൻ പറയാണ്, ഞാൻ ഈ പറയുന്നതിന്റെ എക്സാമ്പിൾസ് നല്ലോണം ചിന്തിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം. കൂടുതൽ എക്സാമ്പിൾസ്, നിങ്ങൾക്ക് ഇനി എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം. ഒരുപാട് ആൾക്കാരെ അത് ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഒരു ചെറിയ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞാൽ പോലും നീ വിശ്വസിക്കില്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ പോയപ്പോ എന്താ സംഭവിച്ചത്, അത് പറഞ്ഞിട്ട് അങ്ങ് നിർത്തുക. അവരപ്പോ തന്നെ എന്താ സംഭവിച്ചേ എന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി അവരിൽ ജനിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവര് നിങ്ങളെ കേൾക്കാൻ റെഡിയാവും. ദെൻ യു ഹാവ് ദിയർ അറ്റൻഷൻ. അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഞാൻ ഒരു സ്ട്രേഞ്ചറെ കണ്ടപ്പോൾ അയാൾ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? ഇങ്ങനെയാണ് നമ്മളൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് ക്യൂരിയോസിറ്റി. ആ സമയത്ത് അവരുടെ അറ്റൻഷൻ, ഫുൾ അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ എപ്പോഴും മനസ്സിലാക്കുക, ഒരുപാട് നിർത്താതെ സംസാരിക്കുന്നത് കൊണ്ടൊന്നും ആൾക്കാർ നിങ്ങളായിട്ട് കണക്ട് ആവില്ല. ബുദ്ധി ഉപയോഗിച്ച് വിവേകത്തോടെ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ആൾക്കാരായിട്ട് പെട്ടെന്ന് കണക്ട് ആവാം. അങ്ങനെ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങളുടെ ചുറ്റും വരും. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ആൻഡ് പ്ലാൻ മോർ. പ്രാക്ടിക്കലായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു സോ മച്ച്.